ഒന്നാമത്തെ കാര്യം സങ്കല്പത്തിൻ്റെ ശക്തിയാണ്. അതായത് വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആഗ്രഹിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആധ്യാത്മികതയിൽ ആഗ്രഹങ്ങൾ പാടില്ല, ആഗ്രഹം വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം, സന്യാസിക്ക് അത് കുഴപ്പമില്ല, പക്ഷെ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവൻ ധർമാർത്ഥ കാമങ്ങളിലൂടെ കടന്നു പോയാലേ അവന് പൂർണ്ണമായിട്ടും മോക്ഷത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും. അതിനെ ചതുർവിധ പുരുഷാർത്ഥങ്ങളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് പോലും, ഇപ്പോൾ സാധന ചെയ്യാൻ തുടങ്ങുന്ന ഒരാളിന് മോക്ഷം കിട്ടണം എന്ന് ചിന്തിക്കുന്നത് പോലും അതൊരാഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നന്നായി ആഗ്രഹിക്കാൻ പഠിക്കുക, നല്ല രീതിയിൽ വളരെ വിശാലമായിട്ട് ആഗ്രഹിക്കാൻ പഠിക്കുക. ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് ആഗ്രഹിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ മനസ്സിലാക്കി, നമ്മൾ ഓരോരുത്തരും നമ്മളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ചേരുന്നത് എന്താണെന്ന് നമുക്കല്ലേ നമ്മളെ അറിയത്തുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആഗ്രഹിക്കാൻ പഠിക്കുക. അതിന് നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടാത്തത്, നമുക്ക് എന്തൊക്കെയാണ് സന്തോഷം നൽകുന്നത്, നമുക്ക് എന്തൊക്കെയാണ് സന്തോഷം നൽകാത്തതെന്നൊക്കെ മനസ്സിലാവും. അത് കർമ്മഫലവുമായിട്ട് ചേരുന്നതാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വാസനകളുടെ പുറകെ പോയിട്ട് അത് അപക്വമായിട്ടുള്ള രീതിയിലുള്ള വാസനയാണെങ്കിൽ, നമുക്ക് വേണ്ടതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയവും കാലവും നഷ്ടപ്പെട്ടു പോകും നമുക്ക്.